ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു. എൻ്റെ ചിറകിനാകാശവും നീ തന്നു. നിന്നാത്മശിഖരത്തിലൊരു കൂടു തന്നു. ആത്മശിഖരത്തിലൊരു കൂടു തന്നു. Professor V. Madhusudanan Nair, a well-known Malayalam poet, scholar and teacher. He was born in 1949 in Trivandrum. He's been awarded with Kerala Sahitya Academy Award and other various awards for his contributions to Malayalam literature. He has written a number of poems including Naranatha Bhrandan, Gandhi, Bharatiyam and Gandharvam. ദൈവം പരമപ്രേമരൂപനാണ് എന്ന് പറയാറുണ്ട്. പരമപ്രേമം ഉള്ള പരമപ്രേമം തന്നെയായ ദൈവം ആനന്ദസ്വരൂപനാണ്. സദാ ആനന്ദം മാത്രമേ ഉള്ളൂ. ദുഃഖത്തിൻ്റെ നിഴലിൻ്റെ കണിക പോലുമില്ല. ഏതിരുട്ടിനെയും പ്രകാശമാക്കുന്ന ഏതോ പരമമായ ഒരു ശക്തി. അതുകൊണ്ട് ഭാരതീയരായ ചിലർ പറയാറുണ്ട്, പണ്ട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹമാണ് പരമരസം എന്ന്. എൻ്റെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ദൈവചിന്തകരെയും ഈശ്വര സേവകരെയും തപസ്വികളെയും അല്ലെങ്കിൽ സന്യാസികൾ എന്ന് വിളിക്കുന്നവരെയും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ രസസ്വരൂപനായ ഒരാളിനെ ആദ്യമായിട്ട് കാണുന്നത് അമേരിക്കയിൽ ചിക്കാഗോയിൽ വെച്ചാണ്. അവിടെ യാദൃച്ഛികമായി പരമരസം മാത്രമായി മനുഷ്യരൂപത്തിൽ നിൽക്കുന്ന ഒരാളിനെ ഞാൻ കണ്ടു. അതാണ് ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം. അപ്പോൾ തിരുമേനി ഞാൻ അവിടുത്തെ ആദ്യമായി കാണുന്നത് ചിക്കാഗോയിൽ വെച്ചാണ്. 2002 ചിക്കാഗോയിൽ ഒരു ഫൊക്കാന സമ്മേളനം ഉണ്ടായിരുന്നു. അന്ന് തിരുമേനിയുടെ സംഭാഷണം കേട്ടിട്ടാണ് എനിക്ക് വല്ലാത്ത ഒരു വിസ്മയവും ആനന്ദവും ഉണ്ടായത്. ഇങ്ങനെ ജീവിതത്തിനെ വളരെ സുഭഗമായും സുന്ദരമായും ലാഘവത്തോടെയും കണ്ട് അത്യന്തം ഗൗരവം ഉണ്ടെന്ന് തോന്നിക്കാതെ പേടിപ്പിക്കാതെ സംസാരിക്കുന്ന ഒരു തിരുമേനിയെ ഞാൻ ആദ്യം കാണുകയായിരുന്നു. ഉപദേശിക്കുകയല്ല, മനുഷ്യൻ്റെ മനസ്സിനോട് കവിത ആത്മാവുമായിട്ടുള്ള സംഭാഷണം എന്ന് പറഞ്ഞതുപോലെ തിരുമേനി മറ്റൊരു മനുഷ്യൻ്റെ ആത്മാവിനോട് നേരിട്ട് സ്നേഹത്തോടെ സംസാരിക്കുന്ന മട്ടിലാണ് സംസാരിച്ചത്. അപ്പോഴെനിക്ക് അത് പുതിയ ഒരു അറിവ് തന്നു. ശരിക്കും അന്ന് 13 വർഷം മുമ്പാണ്. എനിക്ക് അന്ന് തൊട്ട് പ്രത്യേകം ശ്രദ്ധയുണ്ട് തിരുമേനിയുടെ വാക്കുകളിൽ. അപ്പോൾ എനിക്കൊരു ചിന്ത ഇങ്ങനെ ഉണ്ടായി. ചങ്ങമ്പുഴ എന്നൊരു കവി 2 വരി എഴുതിയിട്ടുണ്ട്. പല വരി എഴുതിയിട്ടുണ്ട്, അതിൽ ഒരു 4 വരി. വിത്തനാഥൻ്റെ ബേബിക്ക് പാലും നിർധന ചെറുക്കന്നുമിനീരും ഈശ്വരേച്ഛയാകിൽ അമ്മട്ടുള്ള ഈശ്വരനെ ചവിട്ടുക നമ്മൾ. ഇതാണ് ചങ്ങമ്പുഴയുടെ വരി. വിത്തനാഥൻ്റെ ബേബിക്ക് പാലും
നിർധന ചെറുക്കന് ഉമിനീർ, ഈശ്വരേച്ഛയാകിൽ അമ്മട്ടുള്ള ഈശ്വരനെ ചവിട്ടുക നമ്മൾ എന്നാണ്. അപ്പം ഈശ്വരേച്ഛ ആണെങ്കിൽ എന്നേ പറയുന്നുള്ളൂ, ഈശ്വരേച്ഛ തന്നെയാണ് എന്ന് പറയുന്നില്ല. എൻ്റെ ആ കവിത വായിച്ചപ്പോഴും അതിന് മുമ്പും പിമ്പുമുള്ള ഒരു സംശയം, ലോകത്തിൽ ഒരുപാട് പേര് ഇങ്ങനെ നിർധനരായിട്ടോ ദുഃഖിതരായിട്ടോ ഇപ്പോഴും കഴിയുന്നുണ്ട്. അറിവുള്ളിടത്തോളം 5000 വർഷം എങ്കിലുമായി മനുഷ്യരിൽ ഭൂരിപക്ഷം പേരും ഈശ്വരഭക്തി ഉള്ളവരുമാണ്. ഭക്തിക്കൊരു കുറവുമില്ല. ആറ്റുകാൽ പൊങ്കാലയായാലും മറ്റേതെങ്കിലും നേർച്ചയായാലും പാവങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ ദുഃഖം കുറയുന്നില്ല. എന്തുകൊണ്ടായിരിക്കും ഇത്? അവരെ ഈശ്വരനെ ആഴത്തിൽ സ്വീകരിക്കുകയോ സ്നേഹിക്കുകയോ അനുഭവിക്കുകയോ ചെയ്യുന്നവരാണോ? ഈശ്വരനെ നമ്മൾ അനുഭവിക്കുന്നത് മറ്റ് മനുഷ്യനുമായുള്ള ബന്ധത്തിലാണ്. നമ്മൾ അതായത് ഈശ്വര സേവ സമൂഹ സേവയ്ക്ക് നമ്മെ ഒരുക്കുന്നത് ശക്തീകരിക്കുന്നത്, അതാണ് ഈശ്വരൻ. നമ്മളുടെ വളർച്ചയ്ക്ക് നമ്മെ ഒരുക്കുന്നത് ഈശ്വര സേവ എന്ന് പറയാൻ, അത് ഈശ്വര സഹായമാണ്. അതെ, ഈശ്വര സേവയല്ല. നമുക്ക് നാം ആയിത്തീരണമെങ്കിൽ ഈശ്വര സഹായം ആവശ്യമാണ്. സേവയാകുന്നത് ഈശ്വരൻ്റെ ഭാഗമായ ജനങ്ങൾ അവർ ഈശ്വരൻ ആഗ്രഹിക്കുന്ന ആ രൂപത്തിൽ വളരുവാൻ തക്കവണ്ണം അവരെ സഹായിക്കണം. സാറിൻ്റെ മകനെ സാറിനെ പോലെ അല്ലെങ്കിൽ സാറ് അവന് ആഗ്രഹിക്കുന്ന രീതിയിൽ വളർത്തുവാൻ നിങ്ങൾ മാതാപിതാക്കൾ ചെയ്യുന്ന ആ ശുശ്രൂഷയാണ് ഈശ്വര സേവ. അത് മക്കളുടെ സേവയല്ല, അത് ഈശ്വര സേവയാണ്. എന്നാൽ ഇന്ന് നമ്മൾ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി അല്ല ജീവിക്കുന്നത്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി അവർ ജീവിക്കുകയാണ്. അത് ഈശ്വര സേവയല്ല, അത് സ്വയ സേവയാണ് എൻ്റെ വിചാരം. അതിനാൽ ഇന്ന് വേണ്ടിയിട്ട് മുൻപ് അങ്ങനെ ആയിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട്, പണ്ട് തമ്പ്രാക്കന്മാർ രാജാവുണ്ടായിരുന്ന പല കൊച്ചു ഈ തമ്പ്രാക്കന്മാർ രാത്രിയാകുമ്പോൾ അവരുടെ കൊട്ടാരത്തിൻ്റെ വാതിലടയ്ക്കുന്നതിന് മുൻപ് 10 മണിയാകുമ്പോൾ ഒരാളവിടെ വന്ന് പറയും, ഇപ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്നവരായി ഭക്ഷണം കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്നാൽ ഭക്ഷണം കഴിക്കാവുന്നതാണ്. അവൻ ഭക്ഷണം കഴിക്കേണ്ടത് അവൻ്റെ ആവശ്യം പോലെ ഈ തമ്പ്രാവിൻ്റെ ആവശ്യമാണ്. അന്യനെ നിന്നെ പോലെ സ്നേഹിക്കും. അതുകൊണ്ട് ആ തമ്പ്രാൻ പറഞ്ഞു, ഭക്ഷണം കഴിക്കാതെ ആരും തന്നെ എൻ്റെ ശബ്ദം കേൾക്കാവുന്ന സ്ഥലത്ത് പാടും. ഇതൊരു കാര്യം. എന്നാൽ കുറേ നാൾ കഴിഞ്ഞപ്പോൾ തമ്പുരാൻ പറഞ്ഞു, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പടിഞ്ഞാറ് കൊട്ടാരത്തിലേക്ക് ചെന്നാൽ അവിടെ ഭക്ഷണം കിട്ടും. പടിഞ്ഞാറ് കൊട്ടാരത്തിലെ തമ്പുരാൻ പറഞ്ഞു, തെക്ക് കൊട്ടാരത്തിലേക്ക് എന്നാൽ കിട്ടും. അവൻ്റെ ചുമതല അയൽവാസിയുടെ തലയിലോട്ട് മാറ്റി വയ്ക്കും. അന്ന് മുതലാണ് ലോകം പാപത്തിലായതെന്നാണ് എൻ്റെ വിചാരം.
ദൈവം എന്നെ ഏൽപ്പിച്ചത് ഞാൻ നിർവഹിക്കാൻ തുടങ്ങുമ്പോൾ ലോകം സമാധാനത്തിലും നീതിയിലും സന്തോഷത്തിലും. ഇത് ലോകം നിർവഹിപ്പാൻ ലോകത്തെ ഒരുക്കുന്നതിനാണ് നമ്മളെയൊക്കെ ദൈവം ഓരോ കാര്യം ഏൽപ്പിച്ചത്. അൾട്ടിമേറ്റ്ലി എല്ലാവർക്കും കൂടെ ഒന്നും, എല്ലാവരും കൂടി ഈ ലോകത്ത് ജീവിക്കാൻ എല്ലാവരും ഉണ്ടല്ലോ ഒക്കെ ഉള്ളൂ. അതെ. ഞാൻ കുറച്ച് നാൾ ഒരു റെയിൽവേ പോർട്ടറായി വർക്കിയത്. ഒരു വലിയ ഉയർന്ന ഉദ്യോഗസ്ഥനും ഭാര്യയും കൂടെ രണ്ടുപേർക്കും കൂടെ ഒരു പെട്ടി അവർ വന്നു. ഇവർ വിചാരിച്ചാൽ ആ പെട്ടി എടുത്ത് തലയിൽ വെക്കാൻ ഒക്കുകയില്ല, കാര്യം വലുതാണ്. അപ്പം ഞാൻ പറഞ്ഞു, സാറേ ഈ പെട്ടി ഞാനെടുത്ത് സാറിൻ്റെ കാറിൽ വെച്ച് തരാം, സാർ എന്നോ തരും എനിക്ക് പ്രതിഫലമായി. അദ്ദേഹം ഉടനെ എന്നോട് പറഞ്ഞു അതിന് നിയമമുണ്ടെന്നോ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ അധികം തരാൻ പോകുന്നില്ല. കാര്യം നിയമത്തിലാണ് എന്നെ നിർത്തുന്നത്, സ്നേഹത്തിലല്ല. അല്ല. ഞാൻ പറഞ്ഞു നിയമമുണ്ടെങ്കിൽ ഇതെടുക്കാതിരിക്കാനും ഈ നിയമമുണ്ട്, ഞാൻ എടുക്കണമെന്ന് നിയമമില്ല. എന്നാൽ സാറിന് ഇതെടുക്കാൻ സാധിക്കില്ലെന്ന് എനിക്കറിയാം. ഞങ്ങളിവിടെ ഉള്ളവരെടുക്കുന്നില്ലെന്ന് പറഞ്ഞാൽ സാറെന്തോ ചെയ്യും. ഉടനെ അദ്ദേഹം പറഞ്ഞു, നീ ഒരു വലിയ മിടുക്കനാണ്. ഞാൻ പറഞ്ഞു, സാറ് മിടുക്കനായിരുന്നെങ്കിൽ സാറിപ്പോൾ പോകുന്ന ഒരു കസേര ഉണ്ടല്ലോ, അതേ ഞാനിരുന്നേനും ഈ പെട്ടിയുടെ താഴെ സാറിൻ്റെ തലയിരുന്നേനെ. മനസ്സിലായല്ലോ. അതുകൊണ്ട് ഞാൻ മിടുക്കനല്ല, എന്നാൽ ജീവിക്കുന്നവനാണ് ഞാൻ ഈ ജോലി കൊണ്ട് ജീവിക്കുന്നത്. നന്ദി പറയേണ്ടതായിരുന്നു. ഞാൻ പറഞ്ഞു, ഇത് എടുത്തവിടെ വെക്കുന്നത് 20 മിനിറ്റ് വേണം. സാർ 20 മിനിറ്റ് ജോലി ചെയ്താൽ സാറിന് എത്ര രൂപ ശമ്പളം കിട്ടും? ഇപ്പോൾ അതിൻ്റെ പകുതിയുടെ പകുതി എനിക്ക് തന്നാൽ മതി. വീണ്ടും അങ്ങനെ പറഞ്ഞു, നീ മിടുക്കാം. ഞാൻ പറഞ്ഞു, സാറേ മിടുക്കൊക്കെ എൻ്റെ മിടുക്ക്. ഇത് കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ തമ്മിലത്തെ സംസാരമൊക്കെ ഉണ്ടായി. കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ ചോദിക്കുന്ന പണം ഞാൻ തരാം. ഞാൻ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, പെട്ടിയെടുത്തിന് തലയിലോട്ട് വീഴണം. അവൻ വെച്ചു. ഞാൻ കാറായിക്കൊണ്ട് അത് തുറന്ന് ഡ്രൈവർ തുറന്ന് ഡിക്കി തുറന്ന് ഞാൻ എൻ്റെ അകത്ത് വെച്ചു. കൈ നീട്ടി, എന്താ തരണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ പറഞ്ഞല്ലോ 20 മിനിറ്റിന് എത്ര അന്ന് സാറിൻ്റെ യന്ത്രമുണ്ട്, അത് കുത്തുമ്പം ആ യന്ത്രം പറയാമല്ലോ എത്രയാണ്. എനിക്ക് ആ യന്ത്രമില്ല, അത് കുത്തി സാറിനിട്ട് തന്നേച്ചാൽ മതി. അന്നേരം പറഞ്ഞു, അത് നിയമലംഘനമാണല്ലോ എന്ന് പറയും. ഞാൻ പറഞ്ഞു, പാവപ്പെട്ട ഞാൻ സാറിൻ്റെ 4 കൊണ്ട് ശമ്പളത്തിൽ ജീവിക്കുന്ന നിയമലംഘനമല്ലേ. പിന്നെ നീ ഒരു വലിയ വക്കീലാണല്ലോ. ആണോ? വക്കീലന്മാർ വല്ലവരുടെയും കേസ് പറഞ്ഞ് ജീവിക്കുന്നത്, ഞാൻ എൻ്റെ കേസ് പറഞ്ഞ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വക്കീലല്ല. അപ്പം എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, ഇവിടെ 3 മാസത്തേക്ക് ഞങ്ങളെ തോൽപ്പിക്കാൻ വന്നിരിക്കുക, അവിടെ നിന്ന് ഞങ്ങളുടെ ഒരു ഗുണദോഷമൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അവൻ ഇങ്ങനെ ഗുണദോഷം പറയാതെ ഒരു പോർട്ടറായിട്ട് ജോലി ചെയ്ത് എങ്ങനെയാണ് ഞങ്ങളെ ആളുകൾ കാണിച്ച് ഞങ്ങൾക്ക് എന്തോ കിട്ടുന്നു അതൊക്കെ മനസ്സിലാക്കാൻ എന്ന് പറഞ്ഞു. അതിന് ഞങ്ങളെ തോൽപ്പിക്കാൻ വന്നിരിക്കുക അവിടെ, ഇങ്ങനെ ഞങ്ങളെ ഗുണദോഷിക്കാതെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് നമുക്ക് നീ തീർക്കാം, നീ ചോദിക്കരുത്, ഞാൻ തരാമെന്ന് പറഞ്ഞു. സാറേ
എനിക്കൊരു പൈസയും വേണ്ട. കാരണം ഇപ്പോൾ വലിയൊരു സംഗതി ഉണ്ടായി. സാറ് പറഞ്ഞു, നീ ചോദിക്കുന്നത് ഞാൻ തരാമെന്ന് പറഞ്ഞപ്പോൾ നിൻ്റെ ആവശ്യം ഞാൻ നോക്കിക്കൊള്ളാം. നിൻ്റെ ആവശ്യമാണല്ലോ ഞാൻ ചോദിക്കുന്നു, അത് നിനക്ക് ഞാൻ ചെയ്യാം. നിൻ്റെ ആവശ്യം ഞാൻ നോക്കിക്കൊള്ളും. അതുകൊണ്ട് എനിക്കൊരു പൈസയും വേണ്ട. കാരണം സാറിൻ്റെ ഉറപ്പിന് കേട്ടി എൻ്റെ മുൻപിലുള്ള ആവശ്യം വരുമ്പോൾ സാറിനെ കണ്ടാൽ സാറ് പരിഹരിക്കും. സാറ് പറഞ്ഞു, നീ ചോദിക്കുന്നത് ഞാൻ തരാം. അത് പറഞ്ഞു. അതുകൊണ്ട് എനിക്കൊന്നും വേണ്ട, ഞാൻ കൈകൂപ്പി. അപ്പം എൻ്റെ കൂട്ടുകാരനോട് ഞാൻ പറഞ്ഞു, നീ കണ്ടോ ഇപ്പം? അതായത് അവന് ആ സംസാരമൊക്കെ. അപ്പോൾ നമുക്ക് വേണ്ടിയിരിക്കുന്നത് അന്യൻ്റെ ആവശ്യം എൻ്റെ ആവശ്യമായി മനസ്സിലാക്കി അതിൻ്റെ പരിഹാരത്തിന് അവനോടുകൂടി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുമ്പോൾ ലോക സമാധാനം. ജീവിതത്തിൽ ഏതേത് ദുഃഖങ്ങളും പ്രശ്നങ്ങളും സ്വാർത്ഥമായ ചിന്തകളും ഉണ്ടായാലും അവയൊക്കെ നിർമ്മലമാക്കി വിടുന്ന ഒരു മാനസികമായ വിശുദ്ധി ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ എല്ലാത്തിനെയും സുന്ദരമായി കാണാൻ പറ്റൂ, എല്ലാത്തിലും തന്നിലുള്ള രസം കാണാൻ പറ്റൂ. അങ്ങനെ കാണുന്നയാളാണ് ഈശ്വരനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. അങ്ങനെ ഈശ്വരീയമായ വിശുദ്ധികളോട്, നന്മകളോട്, സ്നേഹത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു മഹാമനുഷ്യനായിട്ടാണ് ഞാൻ അന്നു തൊട്ട് ഇന്ന് വരെ ക്രിസോസ്റ്റം തിരുമേനിയെ അറിഞ്ഞിരുന്നത്. അപ്പോൾ ഇത്രയും അധികം വിദ്യാഭ്യാസവും സംസ്കാരവും ആയിരം വർഷങ്ങളായിട്ടുണ്ടായിട്ടും അത്തരമൊരു സമൂഹത്തെ സൃഷ്ടിക്കാൻ മനുഷ്യന് സാധിച്ചില്ല. അതാണ് വിദ്യാഭ്യാസം അവനില്ല. അവൻ വിദ്യാഭ്യാസത്തെ ഉപയോഗിക്കാനേ അറിയുള്ളൂ. അവൻ്റെ ഭാഗമല്ല വിദ്യാഭ്യാസം. ഇപ്പോൾ സാർ പല കവിതകൾ എഴുതിയിട്ടുണ്ട്. ഇല്ല, സാറിനേക്കാൾ ഉന്നതമായ പരീക്ഷ പാസ്സായ ആളുകളുണ്ട്. അവരാരെങ്കിലും ഒരു കവിത എഴുതി സാർ എഴുതി ഒരു കവിത എഴുതും? എല്ലാവരും എഴുതില്ല. അത് പലരും എഴുതുകയില്ല, മനസ്സിലായത്. അതുകൊണ്ട് അവൻ പഠിച്ചിട്ട് അനുഭവമാക്കാത്ത അറിവാണ്. അവനും അറിവും തമ്മിലൊരു ഗ്യാപ്പുണ്ട്, വ്യത്യാസം. എന്നാൽ സാറും അറിവും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. അതുകൊണ്ടാണ് സാറിന് കവിത എഴുതാൻ സാധിക്കുന്നത്. നിങ്ങൾ തമ്മിൽ കല്യാണം കഴിഞ്ഞു, മനസ്സിലായി. ഞാനും കവിതയും കൂടെ കല്യാണം ആലോചിക്കുന്നേ ഉള്ളൂ. ഇതുവരെ ഞങ്ങൾ കല്യാണം കഴിച്ചില്ല. എന്നാൽ നല്ല കല്യാണമാണെങ്കിൽ നല്ല സന്തതി ഉണ്ടാവും, അതാണ്. അപ്പോൾ അത് ഏറ്റവും വലിയൊരു ആശയം തന്നെയാണ്. പക്ഷേ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് ചുമലിലേറ്റുന്നവർക്ക് അങ്ങനെ ഒരു കല്യാണത്തിനിട കിട്ടിയിട്ടില്ല. പക്ഷെ അതിനെന്തു വഴി? അതിനുള്ള വഴി എല്ലാവരും കൂടെ വിചാരിക്കാതെ ഒക്കുള്ളൂ. ഇപ്പോൾ ആ സാറ് നീ ചോദിക്കുന്നത് ഞാൻ തരാമെന്ന് പറഞ്ഞു. ആദ്യം എന്നോട് പറഞ്ഞു നിയമം അനുസരിച്ച് ഞങ്ങൾക്ക് തരാം, മനസ്സിലായോ? അപ്പോൾ സാർ എൻ്റെ ആവശ്യങ്ങളെ സാറിൻ്റെ ആവശ്യമായി അംഗീകരിക്കുന്ന ഒരു രണ്ടംഗ സമൂഹം ഞങ്ങളെല്ലാം കൂടെ സൃഷ്ടിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടെ പിന്നീട് അത് 4 ആക്കണം. അങ്ങനെ സമൂഹം സൃഷ്ടിക്കണം. അവിടെ
കവിത എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ വേദനകളെ അവൻ്റെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനമായി മാറ്റുന്നതാണ്. അല്ലാതെ സാറിൻ്റെ മഹാത്മ്യമല്ല. സാറിൻ്റെ കവിത എപ്പോഴും എൻ്റെ വേദനയിൽ എന്നെ സമാധാനപ്പെടുത്തുന്ന കവിത. അതാണ് കവിത. സമാധാനപ്പെടുത്തണം. അതാണ് അങ്ങനെ വേറെ കവിതയാകുകയുള്ളൂ. അങ്ങനെ അല്ലാതെ തത്വം പ്രസംഗിക്കുന്നതല്ല കവിത. അതൊക്കെ നമുക്കറിയാം. ഈ വലിയ മതപ്രസംഗങ്ങളൊക്കെ അത് കവിതകൾ തമ്മിൽ വ്യത്യാസമാണ്. മതപ്രസംഗത്തിന് നമ്മൾ പോയ പോലെ തന്നെ തിരിച്ചു വരാം. പ്രസംഗവും നമ്മളും കൂടെ യാതൊരു ബന്ധവുമില്ല. എന്നാൽ കവിത അങ്ങനെയല്ല. എൻ്റെ മനസ്സിൽ ഇപ്പം എൻ്റെ അമ്മ ഞങ്ങൾ ചെന്ന് എൻ്റെ കയ്യെ പിടിച്ചിങ്ങനെ ഒന്ന് തിരുമുന്നു. എനിക്കൊരു ആളത്വത്തിനൊരു രൂപമുണ്ടാകും. വേറെ ഒരുത്തൻ എന്നെ പിടിച്ചിങ്ങനെ ഒന്ന് ഞെക്കുന്നു. ഒരനക്കോടി എൻ്റെ ഈ തിരുമ്മലല്ല, അതിൻ്റെ അകത്ത് സ്ഫുരിക്കുന്ന ഒരു സ്നേഹം. അതുകൊണ്ട് ഈ സ്നേഹത്തിൻ്റെ ആഴം ജീവിതത്തിൻ്റെ ആഴമായി തീരുമ്പോൾ സമൂഹം വ്യത്യാസം. ഇന്ന് നമുക്കുള്ള ദോഷം മതപ്രസംഗമായാലും സാമൂഹ്യ രൂപാന്തര പ്രസംഗമായാലും എല്ലാം വെറും പ്രസംഗങ്ങൾ മാത്രമാണ്, ബന്ധമില്ല. അതെ. ഇപ്പോൾ ഈ ബന്ധങ്ങളിലാണ് പ്രശ്നം വരുന്നത്. ഇപ്പോൾ ഓരോ മനുഷ്യനും അവനവൻ്റെ കാര്യത്തിലാണ് കൂടുതൽ ശ്രദ്ധ വയ്ക്കുന്നത്, മറ്റൊരാളുടെ കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കുന്നില്ല. എൻ്റെ കാര്യം സാധിക്കാൻ സാറിനെ ഉപയോഗിക്കാനല്ലാതെ സാറിൻ്റെ കാര്യം സാധിക്കാൻ എനിക്ക് നേരമില്ല. എന്നാൽ എൻ്റെ കാര്യം സാധിക്കാൻ അതിധർമ്മക്കാരനും അങ്ങനെയാണ്. അവൻ്റെ പണം കിട്ടിക്കഴിയുന്നോളം അവൻ സ്ഥലം വിടും. അതില്ലെങ്കിൽ അവൻ ചീത്ത പറഞ്ഞു നോക്കും, അവൻ പള്ളി പറഞ്ഞു നോക്കും, ഒക്കെ നോക്കും, പല പറഞ്ഞു നോക്കും. അവൻ്റെ കാര്യം സാധിക്കുക, അതിന് സാറിനെ ഉപയോഗിക്കുക. അല്ലാതെ സാറിൻ്റെ കാര്യം എന്തുകൊണ്ട് സാറിന് എനിക്ക് തരുന്നില്ല എന്ന് ചിന്തിക്കുന്നില്ല. ഒരു ധർമ്മക്കാരനൊരു വീട്ടിൽ ചെന്നു. അവിടുത്തെ ആ വീട്ടിലെ ഉടമസ്ഥൻ 100 രൂപ ഒരു ചെക്ക് എഴുതി കൊടുത്തു. ഇന്ത്യൻ്റെ ആ കാണുന്ന ബാങ്കാണ്. നീ അവിടെ കൊണ്ട് കൊടുത്താൽ അവർ 100 രൂപ തരും. അതിൽ നോക്കുമ്പോൾ വെറും ഒരു കടലാസ്. ഇതുകൊണ്ട് അവിടെ കൊടുത്താൽ അപ്പം അയക്ക് ഈ ധർമ്മക്കാരൻ മനസ്സിലായി, ഈ കടലാസ് കൊണ്ട് കൊടുത്തേച്ച് 100 രൂപ വേണമെന്ന് പറയുമ്പോൾ അവനെൻ്റെ ചെള്ളയ്ക്ക് ഒറ്റ അടി അടിക്കും. അപ്പം മേലാൽ ഇയാളുടെ വീട്ടിൽ വരികയില്ല ഈ അടിയുടെ ഇതുകൊണ്ട്. അതുകൊണ്ട് അവനത് ഉപയോഗിച്ചില്ല. അവൻ ഇങ്ങനെ ഒരു വർഷം അവൻ്റെ കഴിഞ്ഞോ ഏതോ അവൻ്റെ ഒരുത്തൻ അവനെ പിടിച്ച് പറഞ്ഞു, നീ യൗവനക്കാരനാണ്, നീ ജോലി ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ എല്ലാം പിടിച്ച് നോക്കിയപ്പോൾ ഈ ചെക്കായില്ല. അപ്പോൾ നീ ആരാണ് ചെക്ക് മോഷിച്ച ക്യാഷ് ചെക്കാണ്. അവൻ പറഞ്ഞു, അല്ല ഇങ്ങനെ ഒരുത്തൻ തന്ന അവൻ എന്നെ കളിപ്പിക്കാൻ എനിക്ക് മനസ്സിലായി. കാര്യം ഈ കടലാസ് കൊണ്ട് ചെന്ന 100 രൂപ എങ്ങനെയായിരുന്നു, രൂപ അല്ലല്ലോ. അതുകൊണ്ട് ഞാനത് ഉപയോഗിച്ചില്ല. കാര്യം ഇത് കൊടുത്താൽ അടി കിട്ടും. എനിക്ക് അടി കിട്ടാൻ അവൻ എഴുതി തന്ന. അപ്പം അവൻ അടിയെന്ന് കേസുമില്ല, എനിക്ക് അടിയും കിട്ടി എന്ന് പറഞ്ഞു. അപ്പം അയാൾ വിളിച്ചുകൊണ്ട് പോയി ബാങ്കിൽ ചെന്ന് ബാങ്ക് പാൽമാനൊക്കെ പറഞ്ഞ് 100 രൂപ കൊടുത്തു, 100 രൂപ കൊടുത്തു. അപ്പോൾ അവൻ പറഞ്ഞു,
100 രൂപ വെച്ചുകൊണ്ട് 1/2 രൂപയ്ക്ക് ഞാൻ കഴിക്കുന്നുണ്ട്. ഇത് ആണ് നമ്മളെല്ലാം ചെയ്യുന്നത്. എൻ്റെ അയൽവക്കത്തുള്ള ആളിൻ്റെ സ്നേഹം വകവെക്കാതെ ഞാൻ മറ്റുള്ളവരുടെ സ്നേഹം കണ്ടിട്ടില്ലാത്തവരുടെ സ്നേഹത്തിന് വേണ്ടി നടക്കാം. ഞാൻ അവൻ്റെ പുരടം ഒന്ന് കളിച്ചു കൊടുത്തായിരുന്നെങ്കിൽ അവനാ കിട്ടുന്ന ആദായത്തിൻ്റെ ഭാഗം എനിക്ക് കൊടുത്തന്നെ. അതുകൊണ്ട് നമ്മുടെ സാധ്യതകൾ അനുഭവങ്ങളാക്കാനായിട്ട് ക്രമീകരിക്കാതെ നമ്മൾ ഓരോ തടസ്സങ്ങൾ പറഞ്ഞ് സമൂഹത്തെ സൃഷ്ടിക്കുന്നില്ല. നമുക്ക് നമ്മുടെ സമൂഹമായി അങ്ങനെ ഒക്കുകയില്ല. മറ്റൊരു മനുഷ്യനിൽ ആശ്രയിക്കാതെ ഒരു മനുഷ്യനും ജീവിക്കാൻ ഒക്കുകയില്ല. മറ്റൊരു മനുഷ്യൻ മാത്രമല്ലല്ലോ, പുല്ല് പുഴു എല്ലാത്തിനെയും മറ്റ് സൃഷ്ടിയുമായി ബന്ധപ്പെടാതെ മനുഷ്യനാകാൻ ഒക്കുകയില്ല. അതുകൊണ്ട് മനുഷ്യനാകാൻ സൃഷ്ടിയുടെ നിലനിൽപ്പും വളർച്ചയും ആവശ്യമാണ്. ആ വലിയ തത്വം എല്ലാവരും മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ ഏത് വചനവും ഉള്ളിൽ നിന്ന് വരുന്ന സത്യത്തിൻ്റെ പ്രകാശനമാണ്. സത്യം പറയാൻ കഴിവുള്ള മനുഷ്യർ കുറഞ്ഞു വരുന്ന കാലത്ത് ദൈവത്തോടടുത്ത് നിൽക്കുന്ന അപൂർവം ചിലരിൽ ഒരാളിനെ കാണുന്നതിലും അദ്ദേഹത്തോട് 1-2 വാക്ക് ഉരിയാടുന്നതിലും അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുന്നതിലും ഏതോ ഒരു സായുജ്യം ഉണ്ട്. ഈ കാലത്തിൻ്റെ ചൈതന്യവത്തായ പുണ്യങ്ങളിലൊന്നാണ് ഈ മഹാപുരുഷൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരെയും മനസ്സിലാക്കാനാണ് ഇപ്പോൾ പാട്. കാരണം ഇപ്പോൾ എല്ലാവർക്കും സൃഷ്ടിയിലുള്ള എല്ലാത്തിൻ്റെയും സുസ്ഥിതി നിലനിർത്തുക എന്നുള്ളത് മനുഷ്യൻ്റെയും കൂടെ ബാധ്യതയാണല്ലോ. ആണ്. പക്ഷെ ഇപ്പോൾ നോക്കണം, എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് വെള്ളം, എല്ലാ ജീവിക്കും. പക്ഷേ ഇന്ന് അതിപ്പോൾ ക്രമേണ നദികൾ വറ്റുന്നു, കുളങ്ങൾ വറ്റുന്നു, മറ്റെല്ലാ ജലസ്രോതസ്സും വറ്റുന്നു, കുപ്പിവെള്ളം ആക്കി വിൽക്കുന്ന കമ്പനികൾ പെരുക്കുന്നു. അത് വലുതുന്നു. അതെ. അപ്പോൾ വെള്ളം എന്നത് പോലും ദൈവകൽപ്പിതം എന്ന് പറയാവുന്ന വെള്ളം, വായു, ഇതുപോലും മനുഷ്യന് സ്വന്തമല്ല എന്ന് വരുന്ന ഒരവസ്ഥ വരുന്നില്ലേ? അരക്ഷിതമായൊരവസ്ഥ. ഇത് ലോകം മുഴുവനുണ്ടല്ലോ. ഇത് വാസ്തവത്തിൽ അന്യജീവികളെ കൂടെ ജീവിക്കാൻ അനുവദിക്കാത്തൊരു സാഹചര്യം മനുഷ്യനുണ്ടാക്കുന്ന സ്ഥിതിയിലേക്ക് എത്തുന്നില്ലേ? അതെ. സാറിപ്പോൾ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്ന് ലോകത്തോട് പറയേണ്ടത്. എല്ലാവർക്കും സമൃദ്ധിയായി അനുഭവിക്കുന്നത് ആർക്കും പ്രയോജനപ്പെടാത്ത രീതിയിലായിട്ട് മാറ്റുന്നു ഒരു തെറ്റിയ സമൂഹമാണ് നമ്മൾ സൃഷ്ടിക്കുന്നത്. അതായത് സാധ്യതകളെ അസാധ്യതകളാക്കുക. എന്നാൽ അസാധ്യതകളെ സാധ്യതയാക്കാനാണ് നമ്മെ അപ്പോയിൻ്റ് ചെയ്തത്. അതൊരു ഞാൻ പറഞ്ഞത്, ഈ കവിത മനുഷ്യന് ആഴമായി മനുഷ്യനോട് സംസാരിക്കുന്നത്. അതുപോലെ ഇപ്പം സാറ് 4 വരി പ്രോസ് എഴുതിയല്ല അത് പഠിക്കാൻ എന്നെക്കൊണ്ട് സാധ്യമല്ല. ഞാൻ ക്ഷീണിക്കും, ഞാൻ കളയും. സാറ് 4 വരി കവിത എഴുതുകയാണെങ്കിൽ
ആരും പറയാതെ ഞാനത് പഠിക്കും. 2 പ്രാവശ്യം വായിച്ച് പെട്ടെന്ന് പഠിക്കും. തീർച്ചയായിട്ടും. ഇപ്പം മുൻപ് ഞാൻ പഠിക്കുമ്പോൾ എല്ലാവരുടെയും വസ്ത്രം ഒരു മുണ്ടെന്ന് പറഞ്ഞാൽ ചെറിയ മുണ്ട്, അല്ലാതെ അതിൻ്റെ അറ്റത്തൊരു പൂവൊക്കെ ഉണ്ട്. അതെ. ആദ്യം ഷർട്ടൊന്നും ഒറ്റ മുണ്ട് മാത്രം. അധികം പേർക്കും ബനിയനുള്ളവരുണ്ടായിരുന്നു, ഷർട്ടുള്ളവരും ഉണ്ടായിരുന്നു 4ാം ക്ലാസ്സിലൊക്കെ. ഒക്കെ എല്ലാവർക്കും ഇല്ല. ഇന്ന് ഒരു വസ്ത്രം, നാളെ വേറൊരു വസ്ത്രം. വസ്ത്രധാരണത്തിലാണ്, ആളത്വത്തിലല്ല ആളുകളുടെ താല്പര്യം. അതെ. അന്ന് ഇപ്പോൾ ഞാൻ പോയി വരുന്ന വഴിക്ക് അവിടെ ചാമ്പയ്ക്കാന്ന് പറയുന്ന സാധനം ഉള്ള മരമുള്ള വീടുണ്ട്. അവർ സന്ധ്യ അവർ പട്ടിയെ അവിടെ കെട്ടിയിടും. ഞങ്ങൾ ചെല്ലുമ്പോൾ പട്ടി ചാടി പൊടിക്കണം, കയറ് പൊട്ടി ഞങ്ങളെ കടിക്കണം. അപ്പം ഞങ്ങൾ കൊണ്ടുവന്ന് അതിനിച്ചിട്ട് ഞാൻ ഇച്ചിരി ചോറോ എന്തിനോട് ഇട്ടത് അത് തിന്നുന്ന സമയത്ത് ഈ ചാമ്പയ്ക്ക പറിച്ചുകൊണ്ടെങ്കിൽ പോലും ഞങ്ങൾ 2 പേരും വഞ്ചന. മനസ്സിലായി? ഞാൻ പള്ളിക്കൂടത്തിൽ പോകുന്ന വഴിക്ക് അവൻ്റെ ചാമ്പയ്ക്ക മോഷ്ടിക്കാൻ ആ വല്യപ്പൻ്റെ വീട്ടിൽ വല്യപ്പനും വല്യമ്മയുള്ളൂ. ഞങ്ങൾ തിന്നുകൊണ്ട് വല്യപ്പൻ എന്തോ വരാൻ പോകും. എന്നാലും വല്യപ്പൻ ഞങ്ങൾ തിന്നാൻ സമ്മതിക്കുകയില്ല. 4ാം ക്ലാസ്സിൽ വെച്ച് ദോഷവ്യവസ്ഥിതി പഠിപ്പിച്ചു ആ വല്യപ്പൻ. നേരെ മറിച്ച് അവിടെ വെള്ളിയാഴ്ച ആ ശ്ലോകം ചൊല്ലി ഇദ്ദേഹം ഞങ്ങൾക്ക് നിങ്ങൾ ബുധനാഴ്ച ഈ 2 എണ്ണം പറിച്ചു എന്ന് പറയുകയും ചെയ്തിരുന്നെങ്കിൽ ഞങ്ങളൊരു വലിയ സമൂഹം സൃഷ്ടിച്ചു. ഇപ്പോൾ അദ്ദേഹത്തോട് വാശിയുള്ള ഒരു കൂട്ടം പിള്ളേരെയാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ട്. അത് ഈ കവിതകൾക്ക് സാധിക്കും. കവിതകൾക്ക് വളരെ സാധിക്കും. പക്ഷേ കവിതയ്ക്ക് ഇന്ന് ആ വിധത്തിലുള്ള ഒരു പ്രവേശനം കിട്ടുന്നില്ല പലയിടത്തും. അത് സാർ പറഞ്ഞാൽ ശരിയാണ്. അതിൻ്റെ കാര്യം ആവശ്യമുണ്ടെന്ന് ബോധമില്ല. എൻ്റെ ചാമ്പയ്ക്ക പിള്ളേർക്കൂടാണ്. അതെ. ഈ ഞങ്ങളുടെ വീട്ടിലൊരു ചാമ്പയുണ്ട്. അപ്പം അത് പിള്ളേർ ഒന്ന് കയറിയ അപ്പം എൻ്റെ അപ്പച്ചൻ ഓടിക്കും. ഞാൻ പറഞ്ഞപ്പച്ച ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ തിന്നാണ്. അപ്പച്ചന് ഈ ചാമ്പയ്ക്കായുടെ 3 തിന്നും. ദൈവം ഇതാലുണ്ടാക്കിയത് തിന്നുന്നത് പള്ളിക്കൂടത്തിലെ പിള്ളേരേ ഉള്ളൂ പ്രധാനമായിട്ട്. ഇവിടെ അപ്പച്ചൻ ഇവിടെ വരുന്ന ആൾക്കാർ ഈ ചാമ്പയ്ക്ക കൊടുക്കുന്നില്ല. അതുകൊണ്ട് ആ പിള്ളേർ തിന്നിട്ട് അപ്പച്ചൻ പറഞ്ഞു എനിക്കവർ ചാമ്പയ്ക്കാതിരുന്നതിന് ഒരു വിരോധമില്ല. എൻ്റെ കപ്പയെല്ലാം അവരെ ചവിട്ടി അതിനെ കൂടെ കയറി. അതാണ് എൻ്റെ അയൽവാസി എൻ്റെ 4 ചവിട്ടുമ്പോൾ അവൻ്റെ വലിയ ആസ്വാദ്യമായ ചാമ്പയ്ക്ക അവന് ലഭ്യമാണ്. അതിന് 4 കപ്പ കളയാൻ ഞാൻ തയ്യാറല്ല. അപ്പോൾ എൻ്റെ പിതാവ് പറഞ്ഞു ഞാനിനി പിള്ളേരെ വഴക്ക് പറയാം, നീ പറയുന്നത് ശരിയാണ്. എന്നിട്ടൊരു കൊച്ചൻ ചാമ്പയ്ക്കറി താഴെ വീണു. അവനുടനെ എഴുന്നേറ്റില്ല. അപ്പോൾ അവർ അടിച്ച് ഏതാണ്ട് ആവത്ത് വെച്ചിരുന്നു. എല്ലാം ഓടി. ഞങ്ങൾ ശബ്ദം കേട്ടുമൊക്കെ വന്നു. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് അവൻ എഴുന്നേറ്റ് എന്നെ പറ്റി നോക്കി. അപ്പോൾ പിള്ളേരൊക്കെ വന്നു. ഞാൻ ചോദിച്ചു നിങ്ങളും കൂടെ പ്രേരിപ്പിച്ചിട്ട് അവനെ അതാ കയറ്റി. അവൻ ആപത്ത് വന്നപ്പോൾ നിങ്ങൾ അവനെ ഇട്ടേച്ച് പോയത് ശരിയാണ്. അവനെ ഇപ്പോൾ കൈ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ അറിയും.
നിങ്ങൾ ഞങ്ങളെ കളിപ്പിച്ചാണ് അതൊക്കെ അറിയാം. അതെ. അപ്പോൾ അവൻ്റെ കൈ ഒടിഞ്ഞ് അവനെ ആശുപത്രിയിലാക്കാൻ സാധിക്കാതെ പോയി. അത് വഷളാകുകയില്ല. അത് ശരിയാണ്. അപ്പം അന്ന് അങ്ങനെ പറഞ്ഞ് അങ്ങനെ ഉള്ള ഗുണദോഷങ്ങൾ കൊടുക്കാനും ഗുണദോഷം നൽകാനുമാണ് പള്ളിക്കൂടം. ആ പഠിപ്പിക്കാൻ മാത്രമല്ല, സമൂഹത്തിൽ ജീവിക്കണം. അതാണ് എൻ്റെ ഇതായിട്ട്. ഇന്ന് സമൂഹത്തിൽ അതിൻ്റെ അയൽവാസിയെ നോക്കുന്നില്ല. അവന് ജീവിക്കാൻ എന്തുകൊണ്ട് അവൻ എൻ്റെ വാഴക്കൊല പൊട്ടുന്നു? ഞാൻ 100 വാഴ വെച്ചു. എൻ്റെ കൃഷിക്കാരൻ വന്ന് പറഞ്ഞു, ഇന്നലെ രാത്രി നമ്മൾ 2 കൊല ആരോ വെട്ടിക്കൊണ്ട് പോയി. അപ്പം ഞാൻ പറഞ്ഞ അതിൻ്റെ കാര്യം നമ്മൾ പകലവൻ വന്ന് ചോദിച്ചാൽ കൊടുക്കുകയില്ല, രാത്രിയിൽ അവന് നമ്മൾ അനുവാദമില്ലാതെ വെട്ടാം. അവൻ രാത്രി വരേണ്ടി വരുന്നത്. പകൽ അവന് ചോദിച്ചാൽ നമ്മൾ 1 കൊല കൊടുക്കുമായിരുന്നെങ്കിൽ അവൻ രാത്രി പാമ്പിനെ ഒക്കെ പേടിക്കാതെ ഒന്ന് വെട്ടിക്കൊണ്ട് പോയത്. അവൻ രാത്രി പാമ്പും പോലീസിനെയും പേടിച്ചായിട്ടും വന്നേ വരട്ടെന്ന് വിചാരിക്കുക ചെയ്യേണ്ടി വന്നത് നമ്മൾ കൊടുക്കാൻ. അവന് വാഴക്കൊലയില്ല, നമുക്ക് 100 വാഴ കൊടുക്കുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സമൂഹത്തിന് വേണ്ടി മനുഷ്യൻ ജീവിക്കുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥിതി. ഓരോ മനുഷ്യനും അങ്ങനെ ആവട്ടെ, അവിടെ കൂടുതൽ പേരും അങ്ങനെ ആവട്ടെ. അതുകൊണ്ട് സാറ് സമൂഹത്തോട് പറയുന്ന ഒരു ദൂത് ഒരു പദ്യമായി ചൊല്ലി എന്നെ ഒന്ന് കേൾപ്പിക്കാം. ഞാൻ പറഞ്ഞത് മനസ്സിലായി. എനിക്ക് ജനിച്ചപ്പോഴേ അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ എന്തോക്കെ അറിയാമായിരുന്നു. ഭൂമിയിൽ പിറന്നു വന്ന ശേഷം എന്നെ വാസ്തവത്തിൽ രുചി പഠിപ്പിച്ചത് ഒരു തുള്ളി പാലോ ഒരു തുള്ളി വെള്ളമാണ്. അതുപോലെ കേൾവി പഠിപ്പിച്ചത് കിളിയുടെ പാട്ടോ ഒരു ചെലങ്കയുടെ കിലുക്കമാണ്. മണം പഠിപ്പിച്ചത് ഒരു പൂവാണ്. ഈ കണ്ണിന് തിളക്കം വർദ്ധിപ്പിച്ചത് ഈ സൂര്യനോ ചന്ദ്രനോ വിളക്കുമാണ്. എൻ്റേതായിട്ടുള്ളതല്ല, ഇവരെല്ലാം തന്നത് ഈ അറിവ്. അപ്പം ഇത് ഞാൻ വരുംകാലത്തിന് ഞാൻ തിരിച്ചു കൊടുക്കണം എന്ന് കാലം എന്നോട് പറയുന്നതായിട്ട് ഞാൻ ഒരു കവിത എഴുതിയിട്ടുണ്ട്. വാക്ക് എന്നാണ് ആ കവിതയുടെ പേര്. എല്ലാം ബോധമാണ്, അതാണ് വാക്ക്. അത് തന്നെ തിരുമേനിയുടെ മുമ്പിൽ ഇപ്പോൾ സമർപ്പിക്കാം. നക്ഷത്രം എന്നോട് ചോദിച്ചു, ഞാൻ തന്നൊരക്ഷരം നീ എന്തു ചെയ്തു? നിൻ പ്രാണനാൽ എത്ര വിളക്കു കൊളുത്തി നീ? നാളത്തെ യജ്ഞത്തിനെന്ത് ഹവിസായി കൊടുത്തു നീ? കാലസത്യത്തിലേക്കെൻമിഴി തുറക്കെ ഞാൻ കാണുന്നു കാമം ചവച്ചിട്ട വാക്കുകൾ. കാലസത്യത്തിലേക്കെൻമിഴി തുറക്കെ ഞാൻ കാണുന്നു കാമം ചവച്ചിട്ട വാക്കുകൾ. അർത്ഥത്തിനായി വിയർക്കുന്ന വാക്കുകൾ, അർത്ഥം കവർന്നു നശിപ്പിച്ച വാക്കുകൾ, വാക്കുവിറ്റുണ്ണുന്ന വാസവദത്തകൾ, വാക്കിൻ കുഴൽ ചൂണ്ടുമാസുരജിഹ്വകൾ. മക്കളെത്തുമ്പോൾ അവർക്കു നൽകാൻ അല്പഭക്ഷണമായി
തിളയ്ക്കുന്ന വാക്കുകൾ, മക്കൾക്കു പോലും കൊടുക്കാതെ കൂട്ടിവച്ചർത്ഥ കൊഴുപ്പുകൊണ്ടഴുകുന്ന വാക്കുകൾ, നല്ല നാവും തേടി പാടുന്ന വാക്കുകൾ, നാളേക്കു വെച്ച വിളപ്പൊലി വിത്തുകൾ, നാദത്തെ വെല്ലുവിളിക്കുമൊരു മതൻ നാഭിയിൽ പൂക്കും ഇതിഹാസദീപ്തികൾ. പാതയോരത്തമരുമൊരു പിഞ്ചുനാവ് എന്റെ വാക്ക് താ എന്നു ചോദിക്കുന്നു. പൂങ്കിളികൾ നാദം തിരിച്ചു ചോദിക്കുന്നു. നീരിനായി നദി നാവു നീട്ടുന്നു. താളത്തിനായി വന്ന് കാറ്റുകൾ ഹൃദയത്തിൽ മുട്ടുന്നു. പൂവുകൾ തൻ മണം വാങ്ങാൻ നിരയായി നിൽക്കുന്നു. ഉള്ളിൽ പുറത്ത് അഗ്നിയെരി നഗരമാഴ്ത്തുന്നു. കൺകളിൽ സൂര്യനും ചന്ദ്രനും കുത്തുന്നു. നക്ഷത്രം എന്നിൽ മഹാനാദമായി വന്നു ചൊല്ലൂ. നക്ഷത്രം എന്നിൽ മഹാനാദമായി വന്നു ചൊല്ലൂ. നീ എല്ലാ കടങ്ങളും തീർക്കണം. എന്റെ ഈ രൂപം വരച്ചോരു കാലവും എന്നിലൂടെ പൂക്കുമക്ഷരമാലയും ഒക്കെ എനിക്കുള്ളതാണ്, ഞാനാണ്. എങ്കിലെന്നെ ഞാൻ ആർക്ക് കൊടുത്തു തീർത്തിടണം? വാക്കിൽ ഉദിച്ച് ലസിച്ച് ലയിക്കുമീ വിശ്വത്തിൽ, വാക്കിലുദിച്ച് ലസിച്ച് ലയിക്കുമീ വിശ്വത്തിൽ, ഞാനാകും ഇച്ഛാപ്രകാശവും സർവമർപ്പിക്കുന്നു. ബോധവും കർമ്മവും വാക്കായി ജ്വലിക്കുന്നു. വാക്ക് ഞാനാകുന്നു. കവിതയ്ക്കാണ്, അക്ഷരത്തിനാണ് വാസ്തവത്തിൽ ഈ തപസ് നിർവഹിക്കേണ്ട ചുമതല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ എന്നൊരു വ്യക്തിയല്ല, അക്ഷരമാണ് നിർവഹിക്കേണ്ടത്. അതൊരു വലിയ ഒരു പ്രബോധനമാണ് എന്നെനിക്ക് തോന്നുന്നു. വാസ്തവത്തിൽ ഇപ്പോൾ ഈ കാലത്ത് കവിത തോറ്റുപോകുന്നു. മറ്റു പലതിനാണ് ഇപ്പോൾ ശക്തി, മാർക്കറ്റ്, ബലം, പ്രലോഭനം. ഇതുകൊണ്ട് ലോകത്തിന് ഓരോ മനുഷ്യനിലുമുള്ള സമൂഹ പുരുഷനെ ഉണർത്താൻ പറ്റുന്നില്ല. എന്നിലൊരു സമൂഹ പുരുഷനുണ്ടെങ്കിൽ അത് ഉണരണം. അതാണ് വളരേണ്ടതെന്ന് ഞാനും വിചാരിക്കുന്നു. തിരുമേനിയുടെ വാക്കുകൾ എല്ലാ എഴുത്തുകാർക്കും ഉള്ള ഒരു നിയോഗമായിട്ടാണ് വാസ്തവത്തിൽ ഞാൻ സ്വീകരിക്കുന്നത്. ഈ അടുത്ത കുഞ്ഞുങ്ങളാണ് ഇതൊക്കെ പാടേണ്ടത്, അടുത്ത തലമുറയാണ്. അവരിലാണ് ഈ പുതിയ ഒരു തിരഞ്ഞെടുപ്പ് വരുന്നത്. എന്തിനെ തിരഞ്ഞെടുക്കണം? നന്മയുള്ളതിനെ, സ്നേഹമുള്ളതിനെ, വിശുദ്ധിയുള്ളതിനെ തിരഞ്ഞെടുക്കണം എന്നൊരു വലിയ ബോധം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവർക്ക് ലോകത്തെല്ലാവരെയും ഒരുപോലെ കാണാൻ പറ്റും. മനുഷ്യനും മറ്റുള്ളവനും വേണ്ടി ചിന്തിക്കാനും ഉറക്കമുളയ്ക്കാനും അവർക്ക് സാധിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തിരുമേനിയുടെ കൂടെ ഇത്രയും നേരം ഇരുന്നതിൻ്റെ പുണ്യം കിട്ടിയത് എനിക്കാണ്. 100 അടുക്കുന്നു. ശതാധികം ജീവിക്കാനുള്ള ഒരു അനുഗ്രഹം ഈശ്വരൻ അദ്ദേഹത്തിന് എന്തായാലും കൊടുത്തിട്ടുണ്ട്. അമരമായ ഒരു
കർമ്മചര്യ, അമരമായ ഒരു ചേതസ് അദ്ദേഹത്തിലുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് പ്രാർത്ഥിക്കാം. വളരെ കാലം കൂടെ നമ്മെ എന്താണ് നിർമ്മമമായ രസം, നിർമ്മമമായ സ്നേഹം എന്ന് പഠിപ്പിക്കാൻ അദ്ദേഹം കൂടെ ഉണ്ടായിരിക്കണേ എന്ന് ചോദിച്ചു. ഞാൻ മിടുക്കനായതുകൊണ്ട് ഞാൻ അകത്ത് പോയില്ല. നിങ്ങൾക്ക് കഴിവ് കുറവായിരുന്നെങ്കിൽ നിങ്ങൾ പിടിക്കപ്പെട്ടു വന്നു. അതെ, അത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. തിരുമേനിക്ക് തോന്നിയിട്ടുണ്ടോ എൻ്റെ പ്രസംഗം മൂലം കുറേ പേരെങ്കിലും നന്നായിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട്? അതിന് എനിക്കുള്ള ഉത്തരം തൂക്കിക്കൊല്ലുന്നതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള ശിക്ഷയാണ്, അല്ലെങ്കിൽ അസഹ്യമായ ശിക്ഷയാണ് ഈ ജീവപര്യന്തം തടവ് എന്ന് പറയുന്നതെന്ന് പലർക്കും അനുഭവപ്പെടും.